മമതാ ബാനർജിക്ക് വട്ടുപിടിച്ചു. സത്യത്തിൽ വട്ടുപിടിച്ചു എന്ന് തന്നെ പറയണം. പിണറായിയുടെ ഏതാണ്ട് അനിയത്തിയായിട്ട് വരുമല്ലോ. അപ്പോൾ SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ വലിയ രീതിയിൽ ആളുകളെ മാറ്റി നിർത്തേണ്ടി വരും. അതായത് കുറേ പേര് പുറത്തു പോകും. വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് ബംഗ്ലാദേശികളായിട്ടുള്ളവരൊക്കെ പുറത്തു പോകും. അപ്പോൾ മമതയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവരാണല്ലോ. അപ്പോൾ മമതയ്ക്ക് സ്വാഭാവികമായിട്ട് ഹാലിളകും, വട്ടിളകും, ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കും. ഞാനിവിടെ ഇതൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ വലിയ രീതിയിൽ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു മമതാ ബാനർജി, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ വിശേഷിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വളരെ കരുത്തുറ്റ ലേഡി എന്ന് പറയുമ്പോഴും സ്വന്തം പ്രദേശം എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അണുമുക്തമാക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രദേശത്തുള്ള കടന്നു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം വിഘാതം നിൽക്കുന്ന ഒരു മനുഷ്യത്തി എന്നല്ലാണ്ട് ഇവരെ എന്ത് പറയാനാണെന്നറിയില്ല. കാരണം പിണറായി ഇവിടെ കാണിച്ചു കൂട്ടിയ ഓർമ്മയുണ്ടാവുമല്ലോ പ്രിയന്, നേറ്റിവിറ്റി കാർഡ് കൊടുക്കണം. എന്തിനാണ്? ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാർഡ് തരാക്കിയിട്ട് പിന്നീട് ഈ വോട്ടർ പട്ടികയിലൊക്കെ കയറി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. ബംഗാളിലെ കാര്യം പിന്നെ പറയണ്ട, അവിടെ മമത ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മമതയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പൂട്ട് വീഴും. ഇനിയൊരു അധികാര കസേര തനിക്ക് കിട്ടില്ല ഇത് നടപ്പായിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് മമതയ്ക്ക് വലിയ രീതിയിൽ ഹാലിളകുന്നത്. കാരണം ഈ മാധ്യമിക് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന കാർഡ് അതെന്താണ്? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഏതാണ്ട് ഹോൾ ടിക്കറ്റിന് സമാനമാണ് ഈ കാർഡ്. ഈ ഹോൾ ടിക്കറ്റിന് നമ്മളൊരു തിരിച്ചറിയൽ രേഖയായിട്ട് അവകാശപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മൂക്കത്ത് വിരൽ വെക്കുക എന്നല്ലാണ്ട് എന്ത് പറയും? അപ്പോൾ ആ കാർഡ് അങ്ങനെ ആക്കണം, അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മമതയും സംഘവും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ് അതൊന്നും പറ്റൂല, അത് നടപടിയാവുന്ന കാര്യമല്ല. കാരണം കൃത്യമായിട്ട് ഇതിനൊക്കെ ഓരോ മാനദണ്ഡമുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ മമതയ്ക്കോ മമതയുടെ പാർട്ടിക്കോ അവിടെയുള്ള ഇതിനെ എതിർക്കുന്നവർക്കോ ഒന്നും അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഇവരിതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന ബംഗ്ലാദേശികളെ എല്ലാം തന്നെ തള്ളിക്കയറ്റാനുള്ള ശ്രമമാണ്. ഇലക്ഷന് മുമ്പ് ഇതെല്ലാം നടപ്പാക്കണം, ഈ വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ പെരുമ്പാവൂരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ ഓരോ ഏരിയ ഉണ്ട്. ഈ ഏരിയയിലുള്ള പലർക്കും ഇപ്പോൾ വോട്ടേഴ്സ് ID ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. വോട്ടേഴ്സ് ID ഇവർക്കൊക്കെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ നോക്കുമ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചില സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന, അതായത് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള ID കാർഡും കാര്യങ്ങളും ഉണ്ട്. നിയമാനുസരണം ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമാനുസരണം ഉള്ളതല്ല. എന്നിട്ട് അവരിവിടെ വന്ന് എന്താ പറയുക, വലിയ രീതി പെരുമ്പാവൂർ ഭാഗത്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് പലയിടങ്ങളിൽ നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ പോലും റെഡ് സ്ട്രീറ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ സമൂഹ മാധ്യമത്തിലൂടെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നു. പിന്നെ എന്താ പറയുക, കൊലപാതകങ്ങൾ, എത്ര കൊലപാതകങ്ങളാണ്! എന്തെല്ലാം തരത്തിൽ മനുഷ്യനെ, നമ്മളുടെ മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നു. അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവർ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഈ പാർട്ടികളെല്ലാം വരുന്നുണ്ട്. എന്തിനാണ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ആവശ്യം? മമതയ്ക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കൃത്യമായിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വോട്ട് ബാങ്ക് തന്നെയാണ്. ഈ മാധ്യമിക് കാർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷയുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ബംഗാളിൽ ഒരാളുടെ വയസ്സ് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട രേഖയായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്രത്തോളം കുത്തഴിഞ്ഞ ഭരണ സംവിധാനമാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിവിടെ 10ാം ക്ലാസ് SSLC ബുക്ക് കൊണ്ടുപോയി കൊടുക്കും മാനദണ്ഡമായിട്ട്, അല്ലെങ്കിൽ ഒരു നിയമാനുസൃതമുള്ള ഒരു രേഖയായിട്ട് നമ്മൾ അത് കൊടുക്കും. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് ഏതൊരു നാട്ടിലാണ്, ഏത് സംസ്ഥാനത്താണ് ഹോൾ ടിക്കറ്റ് ഇതൊരു മാനദണ്ഡമായിട്ട് വെക്കുന്നത്? അത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇതുവരെയും അത് ഉപയോഗിച്ചുകൊണ്ട് പലർക്കും അവിടെ വോട്ടേഴ്സ് ID ഉൾപ്പെടെയുള്ളത് എടുത്തു കൊടുക്കാനുള്ള ഒരു സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡുകൾ, ഈ അഡ്മിറ്റ് കാർഡൊക്കെ അച്ചടിച്ചെടുക്കാനായിട്ട് ഏത് നാട്ടിലായാലും നമുക്കറിയാം, വളരെ പുരാതനമായ രേഖകൾ വരെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ വിദ്യകളെല്ലാം പുരോഗമിച്ചു. അപ്പോൾ ഒരു SSLCയുടെ അഡ്മിറ്റ് കാർഡ് കിട്ടാനായിട്ട് എന്താണ് പ്രയാസം? അതുണ്ടാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് പ്രയാസം? അപ്പോൾ അത് കൊടുക്കുന്നതിൽ ഇവർക്ക് തെറ്റും തോന്നുന്നില്ല. അപ്പോൾ നിലവിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുതിയൊരു നിർദ്ദേശം നൽകിയത് SIR നടപടികൾക്കിടയിൽ ഇനി മുതൽ മാധ്യമിക് അഡ്മിറ്റ് കാർഡ് വയസ്സ് തെളിയിക്കാനുള്ള രേഖയായിട്ട് സ്വീകരിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആ കൃത്യമായി പറഞ്ഞു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിരിക്കുന്നവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ആകെ ഇനി എന്തെല്ലാമാണ്? ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാം. ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുമല്ലോ ജനന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഇത്രയും രേഖകൾ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ നാട്ടിൽ നിലനിൽക്കാം എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമല്ലേ? ഇത് കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ട്? നിയമാനുസൃതമായിട്ട് ജനന സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഒരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പുള്ളവരുടെയൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊന്നുമില്ലാതെ താമസിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ബംഗാളിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകില്ല, അത്രയും പേര് പുറത്താകില്ല എന്നുണ്ടെങ്കിൽ മമതയ്ക്ക് വട്ടിളകും? ഒരിക്കലുമില്ല. മമതയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലുള്ള പല ഉൾനാടൻ ഗ്രാമങ്ങളിലും പ്രായമായവർക്കും മറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാലങ്ങളായിട്ട് കുടിയേറി പാർത്തിട്ടുള്ളവരുണ്ടാവും, അവിടെ നിന്ന് ഒരു പ്രായം എത്തി ഇവിടേക്ക് കുടിയേറി പാർത്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊന്നും ഇതൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു മാധ്യമിക് അഡ്മിറ്റ് കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരും നമ്മുടെ ജനമായിട്ട് മാറുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ആർക്ക് വോട്ട് രേഖപ്പെടുത്തും? ഇത് ചെയ്തു കൊടുക്കുന്നവന് വോട്ട് രേഖപ്പെടുത്തും. നന്ദി കാണിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇനി മുതൽ ഈ മാധ്യമിക് അഡ്മിറ്റ് കാർഡ് അവിടെ ഉണ്ടാകില്ല എന്നാണ്. അതായത് അത് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പകരം ഈ പറയുന്ന പോലെ സർക്കാർ നൽകുന്ന മറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖകളും കാര്യങ്ങളും ഒക്കെ ഹാജരാക്കാം. അതെല്ലാം നിയമാനുസൃതമാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പോകുന്നവരെല്ലാം അത് സ്വീകരിക്കും. പക്ഷെ ഇത് കൃത്യമാക്കണം, ഇത് തന്നെ ആക്കണം എന്നുള്ള ഒരേ തരം വാശിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബംഗാളിൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇത് ഒഴിവാക്കി എന്ന് കൂടി പറഞ്ഞു പോകാം. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 13 തിരിച്ചറിയൽ രേഖകളുണ്ട്. ഈ 13 തിരിച്ചറിയൽ രേഖകളിലും ഈ മാധ്യമിക് അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടുന്നില്ല. ഈ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകാത്തവർക്കും അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കും. അതും അതിലെ വിവരങ്ങൾ വോട്ടർ പട്ടികയിലെ ആധികാരികത ഉറപ്പാക്കാൻ മാത്രം പര്യാപ്തമല്ല എന്നുള്ളത് കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ പ്രതിപക്ഷം, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെയൊക്കെ അനുകൂലിക്കും. കാരണം അവരെന്നും പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ മുഴുവൻ അന്യ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പരിധി വരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മത സംവിധാനത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ പ്രതിപക്ഷം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മമത. എന്നാൽ മമതയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. മമത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ സനാതന ധർമ്മ വിശ്വാസികൾക്ക് അനുകൂലമായതാണോ? അല്ല. അവരവിടെ നോക്കുന്നത് അവരുടെ കരിയറാണ്. അവർക്ക് ഇനി എത്ര നാൾ അധികാര കസേരയിൽ ഇരിക്കാൻ പറ്റും. അതിന് രാജ്യം കത്തി ചാമ്പലായാലും പ്രശ്നമില്ല, എനിക്ക് എൻ്റെ കസേരയിൽ ഇരിക്കണം. കാരണം ഈ കസേരയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുഖം കിട്ടുക. അപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ ഒരു എന്താ പറയുക വലിയ ബംഗ്ലാവില്ല, എനിക്ക് കൂട്ടിന് എന്താ പറയുക വലിയ രീതിയിൽ പട്രോളിംഗ് സംഘങ്ങളില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും മമതയ്ക്കില്ല. അപ്പോൾ മമത വളരെ എല്ലാം നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരാളെന്നുള്ളൊരു എന്താ പറയുക ഒരു പുറം ചട്ട എടുത്തണിഞ്ഞുകൊണ്ട് മമത ചെയ്യുന്നത് മുഴുവൻ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിനെതിരെ. നമുക്ക് എല്ലാവരെയും പറയാൻ പറ്റില്ല, കാരണം ആ സമുദായത്തിൽ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ കൂടിയുണ്ട്. പക്ഷെ ഇത്തരത്തിൽ കുടിയേറി നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് വേണ്ടി മമത ശബ്ദിക്കുന്നു എന്നുള്ളതാണ്. മമതയുടെ റാലികളിലൊക്കെ വലിയ ജനാവലിയാണ് ഉണ്ടാകാറുള്ളത്. മമത എന്താ പറയുക അതിലേക്ക് വിജയൊക്കെ വരുന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ഇതൊക്കെ കെട്ടി അതിലൂടെ കൈയൊക്കെ ഉയർത്തി വരുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അമ്പട ഉവേ ഇത് എന്താ സംഭവം, പുള്ളിക്കാരത്തി വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ
ഈ വരുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ആളുകൾ അവിടെ ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് തിങ്ങിക്കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ നമ്മുടെ രാജ്യത്തിന് അവകാശമുള്ളവരെക്കാൾ കൂടുതൽ ഉള്ളത് ഇത്തരത്തിലുള്ളവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാധ്യമിക് കാർഡുമായി ബന്ധപ്പെട്ട് വലിയ പുകിലുണ്ടാക്കുന്നുണ്ട് മമത. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, പണി തരാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ രണ്ട് ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറഞ്ഞ് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.